നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൂതികൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 8 തവണയാണ് യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ചീറിപ്പാഞ്ഞത്. ഹമാസിന്റെ സൈനിക ശേഷി തകർന്നടിയുകയും ഹിസ്ബുള്ള ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുകയും സിറിയയുടെ ഭരണം വിമതർ പിടിച്ചെടുക്കുകയും ഹമാസിന്റെ സൈനിക ശേഷി തകരുകയും ചെയ്തതോടെ ഇറാഖി മിലീഷ്യകളും ആക്രമണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത്രയുമായപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ യമനിലെ ഹൂതികൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ തികച്ചും ആക്രമണാത്മകമായ ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ചരിത്രപരമായി ഹൂതികൾ ലെബനനിലെ ഹിസ്ബുള്ള ഭീകര ഗ്രൂപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. ഒരു കാലത്ത് ടെഹ്റാനുമായി ഏറ്റവും ശക്തമായ ബന്ധമുള്ള ഇറാന്റെ പ്രോക്സികളിൽ ഏറ്റവും ശക്തരായി കണക്കാക്കപ്പെട്ടിരുന്നവരാണ് ഹൂതികൾ. 8-ാം നൂറ്റാണ്ടിൽ മതപരമായ ഒരു തർക്കത്തിൽ വേർപിരിഞ്ഞ ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയായ സായിദി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹൂതികൾ. ഇവർ പറയുന്നത് ദൈവമാണ് ഏറ്റവും വലിയവൻ, മരണം അമേരിക്കയ്ക്ക്, മരണം ഇസ്രയേലിന്, ജൂതന്മാർക്ക് ശാപം, ഇസ്ലാമിന് വിജയം. ഇതാണ് ഇവർ പറയുന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംഘം വളരെ കാലമായി തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. 1990കളുടെ തുടക്കത്തിൽ പ്രമുഖ ഗോത്ര നേതാവായ ഹുസൈൻ അൽഹൂത്തിയുടെ നേതൃത്വത്തിലാണ് സംഘം ആദ്യമായി ഉയർന്നുവരുന്നത്. ഇറാന്റെ ഇസ്ലാമിക വിപ്ലവം, ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഉയർച്ച എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഹൂതി അവരുടെ അടുത്ത സഹകാരികളെ സൈനിക മതപരിശീലനത്തിനായി അയക്കുന്നു. ഇതുവഴി പ്രസ്ഥാനത്തിന്റെ ഇറാനൈസേഷൻ എന്ന പ്രക്രിയയ്ക്കാണ് തുടക്കമാകുന്നത്. 2004 യമൻ സൈന്യം ഹുസൈൻ അൽഹൂത്തിയെ വധിച്ചതിനെ തുടർന്നാണ് ഹൂതി കലാപം ശക്തമായി ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽഹൂത്തി നേതൃത്വം ഏറ്റെടുക്കുകയും ഇന്നും ഗ്രൂപ്പിന്റെ തലവനായി തുടരുകയും ചെയ്യുന്നു. 2011 അറബ് വസന്തം മധ്യപൂർവ്വദേശത്തുടനീളം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ യമനിലെ രാഷ്ട്രീയ അരാജകത്വങ്ങൾക്കിടയിൽ ഹൂതികൾ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കുന്നതാണ് പിന്നെ കണ്ടത്. 2014 ആയപ്പോഴേക്കും ഇവർ പ്രസിഡന്റ് സാലിഹിനെ പുറത്താക്കി തലസ്ഥാനമായ സന പിടിച്ചെടുത്തു. ഇത് സൗദിയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഇടപെടലിനെയാണ് പ്രേരിപ്പിച്ചത്. ഇത് 2022 കനത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ അവസാനിച്ചു. ഇന്ന് ഹൂതികൾ യമന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളാണ് നിയന്ത്രിക്കുന്നത്. രാജ്യത്തെ 34 ദശലക്ഷം ജനസംഖ്യയുടെ 2/3 ഭാഗവും ഇവിടെയാണ് താമസിക്കുന്നത്. യമനിൽ എണ്ണവാതക വിഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും പിന്തുണയോടെ വിവിധ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാർ തെക്കും കിഴക്കുമാണ് ഇവിടെ ഭരിക്കുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ പ്രയോഗിച്ച തന്ത്രം തന്നെ ഹൂതികൾക്ക് മേൽ ഇസ്രയേൽ തുടങ്ങുമെന്ന് കഴിഞ്ഞയാഴ്ച പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് യമൻ ഇപ്പോൾ. ശത്രുക്കളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണെന്നാണ് ഹൂതിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സാൽവേഷൻ ഗവൺമെന്റിന്റെ മീഡിയ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സെയ്ദ് അൽഗർസി വെള്ളിയാഴ്ച പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുള്ളത്. യമൻ ജനത രാജ്യത്തിന്റെ ശത്രുക്കളുമായി പൊരുതാൻ സന്നദ്ധരാണ്. ഇസ്രയേലിനെയും അമേരിക്ക ഇസ്രയേലിലേക്ക് വിന്യസിക്കുന്ന ആയുധങ്ങളെയും നേരിടാനും ഇസ്രയേലിന്റെ അന്ത്യവും കഴിഞ്ഞ 20 വർഷത്തെ യമന്റെ ആഗ്രഹമാണ് എന്നാണ് അൽഗർസി പറയുന്നത്. യമൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരാനിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും പൊരുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും അൽഗർസി എടുത്തു പറയുന്നു. പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ തടയാൻ ഇസ്രയേലിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും മിഥ്യാധാരണയാണ്. ആയുധമില്ലാതെ ശത്രുക്കളെ വെറും കൈകൊണ്ട് നേരിടാൻ യമനികൾ നിർബന്ധിതരായാലും ഞങ്ങൾ അവരെ ചാരമാക്കുമെന്നാണ് വക്താവ് പറയുന്നത്. ഇതുകൂടാതെ ഹൂതികൾക്കെതിരെ കൂലിപ്പടയാളികളെ സ്പോൺസർ ചെയ്തും യമനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമാക്കിയും തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയുള്ളൂ. കഴിഞ്ഞ 9 വർഷമായി ഇവർ പരാജയപ്പെട്ടതുപോലെ എന്നാണ് അൽഗർസി വ്യക്തമാക്കുന്നത്. അടുത്ത ആഴ്ചകളിൽ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ വൻ മിസൈൽ ആക്രമണം നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് അൽഗർസിയുടെ ഈ പരാമർശം. തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഒക്ടോബറിൽ അമേരിക്ക ഇസ്രയേലിൽ ഒരു താഡ് ബാറ്ററി വിന്യസിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായി കണ്ടില്ല. കഴിഞ്ഞയാഴ്ച ഹൂതികൾ അയച്ചൊരു മിസൈൽ തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചു. പക്ഷേ അതിനുശേഷം വന്ന പ്രൊജക്ടൈലുകൾ ഒന്നും കൈകാര്യം ചെയ്യുന്നതിലെല്ലാം തന്നെ ഇവ പരാജയപ്പെടുകയായിരുന്നു.
വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ സെറ്റിൽമെന്റിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഇസ്രയേലികളാണ് അന്ന് രാത്രിയോടെ തന്നെ പ്രദേശത്തു നിന്നും പലായനം ചെയ്തത്. അഭയകേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാമധ്യേ 12 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലിന്റെ ദേശീയ എമർജൻസി സർവീസ് അറിയിച്ചിരുന്നു. ഇതേസമയം കഴിഞ്ഞയാഴ്ച യമൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇസ്രയേൽ നടത്തിയ വൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കിഴക്കൻ ടെല്ലവീവിലെ ഒരു പവർ സ്റ്റേഷനിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഓപ്പറേഷന്റെ ഭാഗമായി സൈനിക സൈറ്റ് ലക്ഷ്യമിട്ട് ഡ്രോൺ വിക്ഷേപിച്ചതായും സാരി അറിയിച്ചു. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഹൂതികളുടെ ഈ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് വക്താവ് പറയുന്നത്. ഹൂതികൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാങ്കേതികമായി വളരെയധികം തന്നെ പുരോഗമിച്ചവരാണ്. അവരെക്കുറിച്ച് വിലയിരുത്തരുത്. മുൻ ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗം യോയൽ ഗുസാൻസ്കിയാണ് ഇത് പറഞ്ഞത്. ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും വ്യത്യസ്തമായി ഹൂതികളെ നേരിടുമ്പോൾ അത്ര പെട്ടെന്ന് നിലം പരിശാക്കുക എന്നത് സാധ്യമല്ല എന്നും വ്യോമാക്രമണങ്ങൾ വളരെ ചെലവേറിയതാണെന്നും ഇവയുടെ ഫലപ്രാപ്തി പക്ഷേ വളരെ പരിമിതമാണെന്നും ഇസ്രയേലി പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാൽ പിങ്കോയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂതികളുമായി കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങൾ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയെ വളരെ സാരമായി തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ആക്രമണങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗണ്യമായ ഇടിവാണ് ഉണ്ടാക്കിയത്. രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിമാനങ്ങൾ, വിദേശ വിമാന കമ്പനികൾ എന്നിവയെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഗിക ഉപരോധത്താൽ ഐലാത്ത് തുറമുഖവും പാപ്പരായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഹൂതികൾ എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട സംഭവമല്ല. ഹൂതികളുടെ ശക്തി നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ വലുതാണ് എന്ന് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.